Hi guys, welcome back to Tissa Diaries. My name is Tissa. ഇന്ന് ഞാൻ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ചെയ്യുന്നത്. സോ എൻ്റെ കൂടെ ഇന്നത്തെ ഡേ സ്പെൻഡ് ചെയ്യാൻ റെഡി അല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കടന്നാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകാനുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. നമുക്കിനി സ്കിൻ കെയറിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഇടാതെ ഇപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റില്ല ഗൈസ്. അമ്മ അത് ചൂടാണ്, അതുപോലെ ടാൻ അടിച്ച് നമ്മളൊരു വിധം. അതുകൊണ്ട് എല്ലാവരും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നോക്കും കേട്ടോ ഗൈസ്. അതിനുശേഷം ഞാൻ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ ചെയ്താലും നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലായിട്ട് നിൽക്കുന്ന ഫേസാണ്, അതുകൊണ്ട് ഞാൻ പൗഡർ ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കണ്ണ് എഴുതി കൊടുത്തു. അതിനുശേഷം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കൊക്കെ പോയി. പിന്നെ പള്ളിയിൽ പോയിട്ടുള്ള വീഡിയോ എടുത്തില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മമ്മിക്ക് കുറച്ച് മെറ്റീരിയലും ലൈനിങ്ങും നോക്കാണ്ട് പോകണ്ട്. ഞങ്ങൾ കേരള വസ്ത്രത്തിൽ കയറിയാണ് കേട്ടോ കുന്നംകുളത്ത്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി പറഞ്ഞു കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ അങ്ങോട്ട് പോകും കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ. അവിടെ പോയപ്പോൾ ഞാൻ സർപ്രൈസ് ആയി ഗൈസ്. അമ്മ വരില്ല എന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക്. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതെൻ്റെ പപ്പയുടെ അമ്മയായിരുന്നു കേട്ടോ. ഞാൻ ചിരിക്കാൻ പറയുമ്പോൾ ബലം പിടിച്ചിരിക്കാൻ കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഹാളിലേക്ക് എത്തിയപ്പോൾ അവിടെ ഭയങ്കര ചർച്ചയായിരുന്നു ഗൈസ്. അപ്പം ഞാൻ മിണ്ടാതെ അവിടെ ഫോൺ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ബോറടിച്ചപ്പോൾ മൂവി കാണാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ നോക്കിയപ്പോൾ സംഭവം ഉണ്ടായിരുന്നത് ഒരു വള്ളി പിടിച്ച മൂവിയായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് കഥ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ പുറത്ത് കുറച്ച് നേരം വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ വീഡിയോ ആണ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരാരും വിശ്വസിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കാണിച്ചു കൊടുത്തിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അവർ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സൺഡേ വ്ളോഗാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.